മലയാറ്റൂരിലെ ചിത്രപ്രിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ ഉള്ളത് ചിത്രപ്രിയ അല്ല എന്ന ബന്ധു. ചിത്രപ്രിയയെ കാണാതായത് വൈകിട്ട് 7 മണി സമയത്ത്. പ്രചരിക്കുന്നത് തെറ്റായ വാർത്തയെന്നും ബന്ധു ശരത് ലാൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു. പുറത്തുവിട്ടിരിക്കുന്ന CCTV വിഷ്വൽസ് ആവട്ടെ, പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും പല തരത്തിലുള്ള കളവുണ്ടായിട്ടുണ്ട്. പള്ളിയുടെ മുന്നിൽ വെച്ചിട്ടുള്ള 2 ബൈക്കിലൊക്കെയുള്ള വിഷ്വൽസിൽ അതിൽ നമ്മളെ മരിച്ചുപോയ ചിത്രപ്രിയ അല്ല കാണിച്ചിരിക്കുന്നത്, അത് വേറെ ഏതോ ആൾക്കാരാണ്. ആദ്യം ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആൾ ആരാണെന്ന് തപ്പിയിട്ട് അവരെന്തിനാണ് ഈ സമയത്ത് അവിടെ പോയതെന്നാണ് ചിന്തിക്കേണ്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും പോലീസുമായിട്ടുള്ള പല രീതിയിലുള്ള ചർച്ച നടത്തിയതിന്റെ പ്രകാരം ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ ഈ കുട്ടി മരിച്ചത് ഏകദേശം 7 മണി 7-8 മണി ടൈമിലാണ്, വൈകുന്നേരം ആണ് മരിച്ചേക്കുന്നത്. അന്ന് അവിടെ അയ്യപ്പൻ വിളക്ക് നല്ലൊരു വിളക്ക് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾ നോർമലായിട്ട് അവളും ആ ഒരു പരിപാടിയിൽ ഉണ്ടെന്നുള്ള ഒരു വിചാരത്തിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ അവളെ കണ്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത്. രാത്രിയായിട്ടും പിന്നെ അവൾ വന്നില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു. സ്നേഹ മോളിനുണ്ട് വിവരങ്ങളുമായി. സ്നേഹ, ഈ ബന്ധുവാണല്ലോ ഇപ്പോൾ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്, എന്താണ് വിശദാംശങ്ങൾ? മോദി പോലീസിനെതിരെയാണ് ഇപ്പോൾ ചിത്രപ്രിയയുടെ ബന്ധു രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ചിത്രപ്രിയയെ കാണാതായി എന്ന് പറഞ്ഞ പോലീസിന് പരാതി ലഭിക്കുന്നത് 6-ാം തീയതി ഒരു ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ ഈ കാണാതായ ദിവസം മുതൽ പോലീസിനോട് സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളിലും പോലീസ് കളവ് പറയുന്നു എന്ന് തോന്നുന്നുണ്ട് എന്നാണ് നിലവിൽ ബന്ധു പറയുന്നത്. ഈ ഞായറാഴ്ച സമയം രാവിലെ പുലർച്ചെ ഒരു 2 മണി സമയമൊക്കെ ആവുമ്പോഴേക്കും ഒരു CCTV ദൃശ്യം പ്രചരിച്ചിരുന്നു. 2 സംഘങ്ങളായി ഒരു പള്ളിക്ക് സമീപം എത്തിയ ദൃശ്യങ്ങളായിരുന്നു പ്രചരിച്ചിരുന്നത്. ആ ദൃശ്യങ്ങളിലുള്ളത് ചിത്രപ്രിയയുടേതാണ് എന്ന തരത്തിലായിരുന്നു പ്രചരിച്ചിരുന്നത്. പക്ഷേ ആ ദൃശ്യങ്ങളിലൊന്നും തന്നെ ചിത്രപ്രിയയുടേതെന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലൊന്നും ആ ചിത്രപ്രിയയുടേതല്ല എന്ന് തന്നെയാണ് ബന്ധു പറയുന്നത്. എങ്കിൽ ആ സമയം അവിടെ എത്തിയ ആളുകൾ ആരാണ് എന്ന് തിരിച്ചറിയണം, അവരെന്തിനാണ് ആ സമയത്ത് അവിടെ എത്തിയത് എന്ന് തിരിച്ചറിയണം എന്ന് തന്നെയാണ് ബന്ധു പറയുന്നത്. ഈ 6-ാം തീയതിയുള്ള അയ്യപ്പ വിളക്ക് നടക്കുന്ന സമയത്ത് ചിത്രപ്രിയ ഒപ്പമുണ്ട് എന്നാണ് കരുതിയിരുന്നത്. അന്നു മുതലാണ് കാണാതായത് എന്നാണ് ബന്ധു പറയുന്നത്. മലയാറ്റൂരിലെ ഒരു പെട്രോൾ പമ്പിന്റെ സമീപത്ത് വെച്ചാണ് ചിത്രപ്രിയയുടെ ഫോണിന്റെ സിഗ്നൽ അവസാനമായി കട്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചിത്രപ്രിയയുടെ ആൺസുഹൃത്തായ അലൻ കസ്റ്റഡിയിലാണ്. ആൺസുഹൃത്തായ അലൻ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനിടെ അലൻ സമ്മതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എറണാകുളം റൂറൽ SP M ഹേമലത വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലും അത് തന്നെയാണ് പറയുന്നത്. മൃതദേഹം ലഭിച്ചത് 9-ാം തീയതിയാണ്. അലൻ അല്ലാതെ മറ്റാരെങ്കിലും ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കം അന്വേഷിച്ചു വരികയാണ്. അതിന് കേസ് പ്രാരംഭഘട്ടത്തിലെന്നാണ് പോലീസും പറയുന്നത്. ശരി സ്നേഹ, കേസ് പ്രാരംഭഘട്ടത്തിലാണ്, അതുകൊണ്ട് തന്നെ തുടരന്വേഷണം ആവശ്യമുണ്ട്. വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും ഇതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ പുറത്തേക്ക് വരിക. ഏതായാലും ബന്ധുവാണ് ഈ സമയത്ത് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് പോലീസിനെതിരെ.